അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തൊരു സംഭവം ഉണ്ടായി. അഥവാ സഹൽ ബിൻ ഹുനൈഫ് എന്ന് പറയുന്ന സ്വഹാബിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ബാക്കിയുള്ള സ്വഹാബത്തും ഒരു യാത്രയിലാണ്. അവർ യാത്ര പോകുന്ന സമയത്ത് ജുഹ്ഫ എന്ന് പറയുന്ന ഭാഗത്തിനടുത്തുള്ള ഹസാർ എന്ന് പറയുന്ന പ്രദേശത്തെത്തിയപ്പോൾ അവിടെ ചെറിയൊരു ജലാശയമുണ്ട്, ഒരു വെള്ളക്കെട്ട്. അവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബിമാരും അവിടെ ഇറങ്ങി. വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس أوصيكم وإياي أولا بتقوى الله. സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട സത്യവിശ്വാസി വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു തആലയെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു തആല അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുവാനുള്ള തൗഫീക്ക് നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ അപാരമായ തൗഫീക്കിനാൽ അല്ലാഹുവിൻ്റെ ദീന് പഠിക്കുന്ന സദസ്സിലാണ് നാം ഓരോരുത്തരും ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അല്ലാഹു ഈ ഒരു ഇരുത്തം ഒരു സ്വാലിഹായ സൽക്കർമ്മമായി നമ്മളിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഇന്ന് ഇൻഷാ അല്ലാഹ് നമ്മൾ ചർച്ചക്കെടുത്ത വിഷയം കണ്ണേറ് എന്ന വിഷയവുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഞാൻ എൻ്റെ സംസാരം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പറയാനുള്ള വിഷയം, ഇതൊരു പ്രസംഗ രൂപത്തിൽ നിങ്ങൾ കാണേണ്ട ഒരു വിഷയമല്ല. ഇത് പഠിക്കേണ്ട, പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും ആഴത്തിൽ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് ഈ ഒരു വിഷയം. അതുകൊണ്ട് തന്നെ ആ ഒരു ഗൗരവത്തിലും ആ ഒരു പ്രാധാന്യത്തിലായിരിക്കണം ഈ വിഷയത്തെ നോക്കിക്കാണേണ്ടത്. അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. കണ്ണീരിൻ്റെ വിഷയത്തിൽ ലോകത്തുള്ള ജനങ്ങൾ 3 രൂപത്തിലാണ്. പണ്ഡിതന്മാർ പറഞ്ഞു, ഒന്നാമത്തെ വിഭാഗം എന്ന് പറഞ്ഞാൽ ഒരാളുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അത് കണ്ണേറാണെന്ന് വിശ്വസിക്കുന്ന ആളുകൾ. എന്തെങ്കിലും ഒരു അസുഖം വരുമ്പോൾ, അല്ലെങ്കിൽ അയാൾക്ക് സാമ്പത്തികമായിട്ടൊരു നഷ്ടം ഉണ്ടാകുമ്പോൾ, അതല്ലെങ്കിൽ അയാളുടെ കുടുംബത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ, എന്ത് സംഭവിച്ചാലും
അത് കണ്ണേറാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗം ആളുകൾ. അതാണ് ഒന്നാമത്തെ വിഭാഗം. രണ്ടാമത്തെ വിഭാഗം എന്ന് പറഞ്ഞാൽ പരിപൂർണമായിട്ടും കണ്ണേറിനെ നിഷേധിക്കുന്ന ആളുകൾ. കണ്ണേറ് എന്ന് പറയുന്ന സംഭവമൊന്നുമില്ല, ഇതൊക്കെ ആരൊക്കെ പടച്ചുണ്ടാക്കിയ ചില കള്ളങ്ങൾ മാത്രമാണ്. അങ്ങനെ ഈ വിഷയത്തെ പരിഹസിക്കുന്ന ആളുകൾ, അതിനെ കളിയാക്കുന്ന ആളുകൾ, ആ വിഷയം പറഞ്ഞുകൊണ്ട് അതിനു വേണ്ടി പ്രോഗ്രാം സംഘടിപ്പിക്കുന്നവർ, അതിനു വേണ്ടി പുസ്തകങ്ങൾ എഴുതുന്നവർ, അങ്ങനെയുള്ള രണ്ടാമത്തെ വിഭാഗം പരിപൂർണമായിട്ടും കണ്ണേറിനെ നിഷേധിക്കുന്ന ആളുകൾ. മൂന്നാമത്തെ വിഭാഗം അഹ്ലുസുന്ന വൽ ജമാഅയുടെ ആദർശം. അഥവാ വിശുദ്ധ ഖുർആനിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിലും ഈ വിഷയവുമായി എന്താണോ വന്നിട്ടുള്ളത് അത് വിശ്വസിക്കുകയും അതിനെ സത്യപ്പെടുത്തുകയും ചെയ്യുന്നവരാണ് മൂന്നാമത്തെ വിഭാഗം. അല്ലാഹു ആ മൂന്നാമത്തെ വിഭാഗത്തിൽ ഉൾപ്പെടുവാൻ തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ എൻ്റെ സംസാരത്തിൽ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം എന്താണ് കണ്ണേറ്. കണ്ണേറുമായി അസൂയയുമായിട്ട് എന്തെങ്കിലും കണ്ണേറിന് ബന്ധമുണ്ടോ? ഇനി കണ്ണേറ് യാഥാർത്ഥ്യമാണെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം എന്താണ്? ഈ 3 പോയിന്റാണ് ഇന്ന് വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അറബി ഭാഷയിൽ അൽ-ഐനു എന്നാണ് കണ്ണേറിന് പറയുന്ന പദപ്രയോഗം. എന്താണ് കണ്ണേറ് എന്ന് പറഞ്ഞാൽ, മഹാനായ പണ്ഡിതൻ ഇബ്നു ഹജർ അസ്കലാനി റഹ്മഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ ഫത്ഹുൽ ബാരി എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറയാണ്, നദറുൻ ബിസ്തിഹ്സാനിൻ മശൂബിൻ ബിഹസദിൻ മിൻ ഖബീസി തബ്ഇ യഹ്സുലു ലിൽ മൻദൂരി മിൻഹു. അഥവാ കണ്ണേറ് എന്ന് പറഞ്ഞാൽ അസൂയ കലർന്ന ഒരു നോട്ടമാണ്. ഒരു കാര്യത്തിൽ അത്ഭുതം കൂറുമ്പോൾ, ഒരു വിഷയത്തിൽ അത്ഭുതമുണ്ടാകുമ്പോൾ അസൂയ കലർന്ന ഒരു നോട്ടമാണ് കണ്ണേറ് എന്ന് പറഞ്ഞാൽ. ആ നോട്ടം കൊണ്ട് അയാൾക്ക് ഉപദ്രവം തട്ടുകയും ചെയ്യും. ഇതിനെയാണ് കണ്ണേറ് എന്ന് പറയാം. അത് ഒന്നുകൂടി പെട്ടെന്ന് മനസ്സിലാക്കാൻ പറഞ്ഞാൽ, നമ്മുടെ ഒരു സഹോദരൻ അല്ലെങ്കിൽ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന ഒരാൾ, അയാൾക്ക് എന്തെങ്കിലും ഒരു നന്മ ലഭിച്ചു, അല്ലെങ്കിൽ അയാളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ഗുണകരമായ സംഭവം ഉണ്ടായി, ആ വിഷയത്തിൽ അയാളോട് അസൂയ വെക്കുകയും ആ വിഷയത്തിൽ അയാളോട് ആശ്ചര്യപ്പെടുകയും ആ നോട്ടത്തിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നത്തെയാണ്, അള്ളാഹുവിൻ്റെ വിധിയും ആ വിഷയത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ അയാളിൽ ഉണ്ടാകുന്ന ഉപദ്രവങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും പറയുന്ന പേരാണ് കണ്ണീർ എന്ന് പറഞ്ഞാൽ. അപ്പൊ അസൂയ കലർന്ന ഒരു നോട്ടമാണ് കണ്ണീർ എന്ന് പറഞ്ഞാൽ, ചുരുക്കി പറഞ്ഞാൽ. അപ്പൊ അസൂയ കലർന്ന നോട്ടമാണെങ്കിൽ എന്താണ് അസൂയ എന്ന് പറഞ്ഞാൽ? അസൂയ എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ പറഞ്ഞു, തമന്നി സവാലി നിഅമതി അൻ ശഖ്സിൻ മുസ്തഹിഖിൻ ലഹാ. ഒരാൾക്കൊരു അനുഗ്രഹം ലഭിക്കുമ്പോൾ ആ അനുഗ്രഹം അയാളിൽ നിന്ന് നീങ്ങിപ്പോകണമെന്ന ആഗ്രഹം ഉണ്ടാവുക, അതാണ് അസൂയ എന്ന് പറഞ്ഞാൽ. ഇപ്പൊ നമ്മുടെ ഒരു സഹോദരൻ അല്ലെങ്കിൽ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന ഒരാൾക്ക്, അയാൾക്ക് ഭൗതികപരമായിട്ട് എന്തെങ്കിലും ഒരു നേട്ടം ഉണ്ടായി, ആ നേട്ടം ഉണ്ടായ സമയത്ത് അത് അയാളിൽ നിന്ന് നീങ്ങിപ്പോകണമെന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ അതിനെയാണ് അസൂയ എന്ന് പറയാം. ശരിക്കും അസൂയ എന്നുള്ള വിഷയം മാത്രം നമ്മൾ പഠിക്കണം. പണ്ഡിതന്മാരായ ആളുകൾ ഈ വിഷയത്തിൽ മാത്രം ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ലാഹ് പറയാണ്, ലോകത്തുണ്ടായ ആദ്യത്തെ 3 തിന്മകളിൽ ഒരു തിന്മ അസൂയയാണ്. ലോകത്ത് ആദ്യമായിട്ടുണ്ടായ തിന്മ ഏതാ? കിബറാണ്. അതേപോലെ തന്നെ രണ്ടാമതുണ്ടായ തിന്മ ദേഹേച്ഛയാണ്. മൂന്നാമത്തെ തിന്മ ഹസദാണ്, അസൂയയാണ്. അതുകൊണ്ടാണ് ഖാബീൽ ഹാബീലിനെ കൊല്ലാനുള്ള കാരണം. ഈ അസൂയന്റെ വിഷയം മാത്രം നമ്മൾ പഠിക്കുമ്പോൾ അസൂയ 3 ഗണത്തിലാണ്. ഒന്നാമത്തെ ഗണം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒന്നാമത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ, തൻ്റെ സഹോദരന് ലഭിച്ച അനുഗ്രഹം അയാളിൽ നിന്ന് നീങ്ങിപ്പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് അസൂയയാണ്. അത് നമുക്കറിയാം. അതാണ് ഒന്നാമത്തെ ഘട്ടം. രണ്ടാമത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ, തൻ്റെ സഹോദരന് ലഭിച്ച ഒരു അനുഗ്രഹം അത് അയാളിൽ നിന്ന് നീങ്ങിപ്പോകണമെന്ന് ആഗ്രഹിക്കണമെന്നില്ല, പക്ഷെ എന്നാലും മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു പ്രയാസം. എന്നാലും ഇത്ര പെട്ടെന്ന് എങ്ങനെ ഇപ്പം അവന് ഈ രൂപത്തിൽ ഒരു സാമ്പത്തിക ശേഷിയൊക്കെ ഉണ്ടായത്? ഞാനും അവനും ഒരുമിച്ചിട്ടാണ് ഗൾഫിലേക്ക് വന്നത്, ഞങ്ങൾ ഒരുമിച്ചിട്ടാണ് ജോലി ആരംഭിച്ചത്. അപ്പം ഇന്ന് എന്നേക്കാൾ വലിയ ഒരു സാമ്പത്തിക ശേഷി അവനുണ്ട്. അപ്പം അവൻ്റെ അനുഗ്രഹം നീങ്ങിപ്പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ഇല്ല. പക്ഷെ എന്നാലും അവൻ ആ രൂപത്തിൽ അനുഗ്രഹം ലഭിച്ചിട്ടുണ്ടെങ്കിൽ
ഇപ്പോൾ നല്ലൊരു സാമ്പത്തിക ശേഷിയുണ്ട്, അല്ലെങ്കിൽ കച്ചവട സ്ഥാപനങ്ങളുണ്ട്, അതല്ലെങ്കിൽ അദ്ദേഹത്തിന് നാട്ടിൽ ഒരുപാട് തോട്ടങ്ങളും ആ രൂപത്തിൽ ചില ഭൗതികപരമായിട്ടുള്ള സുഖസൗകര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അത് നീങ്ങി പോകണം എന്ന് ആഗ്രഹിക്കണമെന്നില്ല. പക്ഷെ എന്നാലും ഉള്ളിൻ്റെ ഉള്ളിലൊരു അസ്വസ്ഥത. ഇനി അയാൾക്കുണ്ടായ ആ ഒരു അനുഗ്രഹം ഏതെങ്കിലും ഒരു കാലത്ത് അയാളിൽ നിന്ന് ഇല്ലാതായാലോ അപ്പോൾ സന്തോഷിക്കും ചെയ്യും. അതാണ് രണ്ടാമത്തെ വിഭാഗം. മൂന്നാമത്തെ വിഭാഗം എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ പറഞ്ഞു, നിന്റെ സഹോദരന് ലഭിച്ച ഒരു അനുഗ്രഹം അത് അതേപോലെ എനിക്കും ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നതും അസൂയൻ്റെ ഏറ്റവും താഴ്ന്ന സ്റ്റേജാണ്. അസൂയൻ്റെ ഏറ്റവും താഴ്ന്ന സ്റ്റേജാണ് എന്ത്? എൻ്റെ സഹോദരന് ലഭിച്ച എല്ലാ കാര്യങ്ങളും എനിക്കും ലഭിക്കണമെന്ന് ഒരാൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് അസൂയൻ്റെ ഏറ്റവും താഴ്ന്ന സ്റ്റേജാണെന്നാണ് പണ്ഡിതന്മാർ സൂചിപ്പിച്ചിട്ടുള്ളത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, അസൂയ കലർന്ന നോട്ടത്തിനെയാണ് കണ്ണേറ് എന്ന് പറയാം. അങ്ങനെ ആ രൂപത്തിൽ അസൂയ കലർന്ന നോട്ടം നോക്കുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു തആലയുടെ തീരുമാനവും ആ വിഷയത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ ആ നോക്കപ്പെടുന്ന വ്യക്തിക്ക് ഉണ്ടാകുന്ന ചില ഉപദ്രവങ്ങൾക്കും ചില ബുദ്ധിമുട്ടുകൾക്കുമാണ് നമ്മൾ കണ്ണീറ് എന്ന് പറയാം. അപ്പോൾ അസൂയയും കണ്ണീറും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണാൻ കഴിയും, ഒരിക്കൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് വന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ചില ശാരീരിക പ്രയാസങ്ങൾ ഉണ്ടപ്പോൾ അപ്പോൾ ജിബ്രീൽ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, യാ മുഹമ്മദ് ഇഷ്തഖൈത, ഇപ്പം താങ്കൾക്ക് എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടോ, എന്തെങ്കിലും താങ്കൾക്ക് ബുദ്ധിമുട്ടുകളുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതേ ജിബ്രീൽ, എനിക്ക് ഇന്ന പ്രയാസങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബിക്ക് വേണ്ടി ഒരു പ്രാർത്ഥന നടത്തി. എന്താ പ്രാർത്ഥന എന്നറിയോ? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, ബിസ്മില്ലാഹി അർഖീക് മിൻ കുല്ലി ഷൈഇൻ യുഅ്ദീക് മിൻ ശർരി കുല്ലി നഫ്സിൻ ഔ ഐനിൻ ഹാസിദിൻ അല്ലാഹുമ്മ യശ്ഫീക്. ഈ പ്രാർത്ഥനയാണ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിക്കുന്നത്. എന്താ ഈ പ്രാർത്ഥനയുടെ അർത്ഥം? അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങൾക്ക് മന്ത്രിച്ചു തരുന്നു, അള്ളാഹുവിൻ്റെ നാമം കൊണ്ട് ഞാൻ നിങ്ങൾക്ക് മന്ത്രിച്ചു തരുന്നു, താങ്കൾക്ക് ഉണ്ടാകുന്ന എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും അള്ളാഹു താങ്കളെ രക്ഷപ്പെടുത്തട്ടെ, എല്ലാ കണ്ണീറുകാരുടെ ഉപദ്രവത്തിൽ നിന്നും. എന്നിട്ട് പറഞ്ഞ വാക്ക് എന്താണെന്നറിയോ? എല്ലാ കണ്ണീറുകാരുടെ ഉപദ്രവത്തിൽ നിന്നും അള്ളാഹു താങ്കളെ രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ജിബ്രീൽ പിന്നീട് പറഞ്ഞ വാക്ക്, അസൂയാലുക്കളുടെ കണ്ണീരിൽ നിന്നും അള്ളാഹു താങ്കളെ രക്ഷപ്പെടുത്തട്ടെ. അപ്പോൾ അസൂയയും കണ്ണീറും തമ്മിൽ എന്തുണ്ട്? ബന്ധമുണ്ട്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയാണ് സൂറത്ത് ഫലക്കിലൂടെ, വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്, അസൂയാലു അസൂയപ്പെടുമ്പോൾ അവൻ്റെ കെടുതിയിൽ നിന്ന്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കണ്ണേറ് എന്ന് പറഞ്ഞാൽ അത് യാഥാർത്ഥ്യമാണ്. അതിനെ ഞാൻ പറഞ്ഞു, രണ്ടാമത്തെ വിഭാഗം എന്ന് പറഞ്ഞാൽ പരിപൂർണമായിട്ടും നിഷേധിക്കുന്ന ആളുകളാണ്. എന്നാൽ ആ നിഷേധിക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ട വിഷയം, കണ്ണേറ് എന്നുള്ള വിഷയത്തെ അതിനെ പ്രമാണബന്ധമായിക്കൊണ്ട് തന്നെ നമുക്ക് തെളിയിക്കാൻ കഴിയും. വിശുദ്ധ ഖുർആൻ കൊണ്ട് തന്നെ കണ്ണേറ് യാഥാർത്ഥ്യമാണ്, കണ്ണേറ് ഫലിക്കുമെന്ന് നമുക്ക് കാണാൻ കഴിയും. വിശുദ്ധ ഖുർആൻ സൂറത്ത് കലമിൻ്റെ 51-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയാണ്, പ്രവാചകരെ, സത്യനിഷേധികൾ ഈ ഉത്ബോധനം കേൾക്കുമ്പോൾ, അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ഖുർആൻ ഓതി കൊടുക്കുമ്പോൾ, പ്രവാചകന്റെ അധ്യാപനങ്ങൾ കേൾക്കുമ്പോൾ, ഈ സത്യനിഷേധികളായ ആളുകൾ അവരുടെ കണ്ണുകൾ കൊണ്ട് താങ്കളെ മറിച്ചിടാറായിരിക്കുന്നു എന്നുള്ളതാണ്. കൈകൊണ്ട് മറിച്ചിടുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കാല് വെച്ച് മറിച്ചിടുക എന്ന് പറഞ്ഞാലും അറിയാം. എന്താ കണ്ണുകൊണ്ട് മറിച്ചിടുക എന്ന് പറഞ്ഞാൽ? ഈ ആയത്തിനെ വിശദീകരിച്ചു കൊണ്ട് അള്ളാഹിന്റെ റസൂലിന്റെ സ്വഹാബി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, വഫീ ഹാദിഹിൽ ആയത്തി ദലീലുൻ അലാ അന്നൽ ഐന ഇസാബതുഹാ വതഅ്സീറുഹാ ഹഖ്ഖുൻ. ഈ ആയത്ത് നമുക്ക് തെളിവാണ്, കണ്ണേറ് യാഥാർത്ഥ്യമാണ്, കണ്ണേറ് അതിൻ്റെ സ്വാധീനവും യാഥാർത്ഥ്യമാണ് എന്നത് ഈ ആയത്ത് കൊണ്ട് നമുക്ക് തെളിവാണ്. കാരണം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറയാണ്, നബിയെ, നിങ്ങളുടെ ഉത്ബോധനം കേൾക്കുന്ന സമയത്ത് അവരുടെ കണ്ണുകൾ കൊണ്ട് താങ്കളെ മറിച്ചിടാറായിരിക്കുന്നു. അപ്പൊ കണ്ണുകൊണ്ട് മറിച്ചിടുക എന്ന് പറഞ്ഞാൽ എന്താണ്? അത് നബിക്ക് കണ്ണീറ് ബാധിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അള്ളാഹു ഈ രൂപത്തിൽ പറയാനുള്ള കാരണം. അതേപോലെ തന്നെ സൂറത്ത് യൂസുഫിന്റെ 67-ാമത്തെ ആയത്ത്, യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ മക്കൾ മിസ്രിലേക്ക് യൂസുഫ് നബിൻ്റെ അരികിലേക്ക് പോവുകയാണ്. ശ്രദ്ധിക്കണേ, യാക്കൂബ് നബിൻ്റെ മക്കൾ
യൂസുഫ് നബിൻ്റെ സഹോദരന്മാര് മിസ്രിലേക്ക്, അവർ ഫലസ്തീനിലാണ്, അവർ പിന്നീട് മിസ്രിലേക്ക് പോകുന്ന സമയത്ത് യാക്കൂബ് നബി മക്കൾക്ക് നൽകുന്ന ഒരു ഉപദേശമുണ്ട്. വഖാല യാ ബുനയ്യ ലാ തദ്ഖുലു മിൻ ബാബിൻ വാഹിദിൻ വദ്ഖുലു മിൻ അബ്വാബിൻ മുതഫരിഖത്തിൻ. മക്കളെ, നിങ്ങൾ എല്ലാവരും കൂടി ഒരേ വാതിലിലൂടെ കയറരുത്. വിശുദ്ധ ഖുർആൻ സൂറത്ത് യൂസുഫിന്റെ 67-ാമത്തെ ആയത്താണ്. ഒരൊറ്റ വാതിലിലൂടെ എല്ലാ മക്കളും നിങ്ങൾ കയറാൻ പാടില്ല, നിങ്ങൾ വ്യത്യസ്ത വാതിലിലൂടെ കയറണം. എന്തിനാണ് യാക്കൂബ് നബി മക്കളോട് വേറെ വേറെ വാതിലിലൂടെ കയറാൻ പറഞ്ഞത്? ഈ ഭാഗം വിശദീകരിക്കുമ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, യാക്കൂബ് നബിന്റെ മക്കൾ എന്ന് പറഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയുള്ള മക്കളാണ്. അപ്പൊ യൂസുഫ് നബിന്റെ സൗന്ദര്യത്തെ കുറിച്ചിട്ടൊക്കെ നമുക്കറിയാം. അപ്പൊ ബാക്കിയുള്ള സഹോദരന്മാരും കാണാൻ നല്ല ഭംഗിയുള്ള സൗന്ദര്യമുള്ള ആളുകളാണ്, ഒത്ത പുരുഷന്മാരാണ്. ഇങ്ങനെ ഈ രൂപത്തിൽ യാക്കൂബ് നബിന്റെ ബാക്കിയുള്ള മക്കൾ ഒരൊറ്റ വാതിലിലൂടെ കയറുമ്പോൾ ബാക്കിയുള്ള ആളുകൾ ബാക്കിയുള്ള ആളുകളുടെ നോട്ടം കൊണ്ട് ഇവർക്ക് കണ്ണീർ തട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് യാക്കൂബ് നബി പറഞ്ഞത്, ഒരൊറ്റ വാതിലിലൂടെ നിങ്ങൾ എന്ത് ചെയ്യരുത്, കയറരുത്, വ്യത്യസ്ത വാതിലിലൂടെ നിങ്ങൾ കയറണമെന്ന് യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു എന്നുള്ളതാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഇന്നഹു ഖശിയ അലൈഹിമുൽ ഐൻ. യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മക്കളിൽ കണ്ണീർ തട്ടുമോ എന്ന് ഭയപ്പെട്ടു. അതുകൊണ്ടാണ് വ്യത്യസ്ത വാതിലിലൂടെ മക്കളോട് കയറാൻ പറഞ്ഞത്. അപ്പോൾ വിശുദ്ധ ഖുർആൻ സൂറത്ത് കലമിൻ്റെ സൂറത്ത് യൂസുഫിൻ്റെ ആയത്തിലൂടെയൊക്കെ നമുക്ക് ബോധ്യമാകുന്ന വിഷയമാണ് കണ്ണേറ് യാഥാർത്ഥ്യമാണ്. ഇനി അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഹദീസ് നോക്കുകയാണെങ്കിലോ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒട്ടനവധി ഹദീസുകൾ, ഈ വിഷയത്തിൽ മാത്രം ഒരുപാട് ഹദീസുകൾ വന്നിട്ടുണ്ട്. അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിക്കൊണ്ട് ആയിഷ റളിയല്ലാഹു അൻഹ നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാൻ കഴിയും, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇസ്തഈദു ബില്ലാഹി മിനൽ ഐൻ. നിങ്ങൾ അള്ളാഹുവിനോട് കണ്ണീരിൽ നിന്ന് രക്ഷ ചോദിക്കണം, കാവലിനെ ചോദിക്കണം. കാരണം ഫഇന്നൽ ഐന ഹഖുൻ. തീർച്ചയായും കണ്ണീർ എന്ന് പറഞ്ഞാൽ അത് യാഥാർത്ഥ്യമാണ്. കണ്ണീർ യാഥാർത്ഥ്യമാണ് എന്ന് ആര് പഠിപ്പിച്ചിട്ടുണ്ട്? അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇത് പറയുന്നത് ആരാ? ആയിഷ റളിയല്ലാഹു അൻഹയാണ്. അതേപോലെ തന്നെ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാൻ കഴിയും, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകന്റെ പേരക്കുട്ടികളായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ, ഈ രണ്ട് സ്വഹാബികൾക്ക് വേണ്ടി കാവലിനെ തേടിയിരുന്നു. എന്നിട്ട് എപ്രകാരമാണ് പ്രവാചകൻ കാവലിനെ തേടിയിരുന്നത്? ഇസ്മാഈല വ ഇസ്ഹാഖ്. അഥവാ എൻ്റെ പിതാവായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഇബ്രാഹിം നബിന്റെ മക്കളായ ഇസ്മായിൽ നബിക്കും ഇസ്ഹാഖ് നബിക്കും എപ്രകാരമാണോ കാവലിനെ തേടിയത്, അതേപോലെ ഞാൻ എൻ്റെ പേരക്കുട്ടികൾക്ക് അഥവാ ഹസനും ഹുസൈനും റളിയല്ലാഹു അൻഹുമാ ഇവർക്ക് വേണ്ടി കാവലിനെ ചോദിക്കാണ്. എന്നാണ് പ്രവാചകൻ പഠിപ്പിച്ച പ്രാർത്ഥന, അഊദു ബികലിമാത്തില്ലാഹി തആമ മിൻ കുല്ലി ശൈത്താനിൻ വഹാമ വ മിൻ കുല്ലി ഐനിൻ ലാമ. അവിടെയും പറഞ്ഞു കണ്ണേറ്, അഥവാ അള്ളാഹുവിൻ്റെ സമ്പൂർണമായ കലിമത്തുകൾ കൊണ്ട് ഞാനിതാ അഭയം തേടുന്നു എല്ലാ ശൈത്താന്മാരിൽ നിന്നും, എല്ലാ വിഷജന്തുക്കളിൽ നിന്നും. പിന്നെ പറഞ്ഞ വാക്കെന്താണ്? എല്ലാ കണ്ണീറിൽ നിന്നും ഞാൻ അള്ളാഹുവിനോട് കാവലിനെ ചോദിക്കുന്നു. അപ്പൊ കണ്ണേറ് എന്നുള്ള സംഭവം ഇല്ലെങ്കിൽ പിന്നെ അള്ളാഹിന്റെ റസൂൽ ഇങ്ങനെ പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ടോ? അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തം മക്കൾക്ക് പേരക്കുട്ടികൾക്കാണ് ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചു കൊടുക്കുന്നത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ രേഖപ്പെടുത്തിയ ഹദീസാണ്. കണ്ണീർ യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കൾക്ക് ഈ രൂപത്തിൽ പ്രാർത്ഥിക്കാനുള്ള കാരണം. മൂന്നാമത്തെ ഹദീസ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ഹദീസ് തന്നെയാണ്. അഥവാ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹിന്റെ റസൂലിന്റെ അരികിലേക്ക് വന്നു. ഞാൻ നേരത്തെ പറഞ്ഞു, അള്ളാഹിന്റെ റസൂലിന് ചില ശാരീരിക പ്രയാസങ്ങളുണ്ട്. ആ ശാരീരിക പ്രയാസങ്ങൾ ഉണ്ടായ സമയത്ത് ജിബ്രീൽ ചോദിക്കുന്നുണ്ട്, നബി എന്തെങ്കിലും പ്രയാസമുണ്ടോ? എനിക്ക് ചില ശാരീരിക പ്രയാസങ്ങളുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചു കൊടുക്കുന്നുണ്ട്. അവിടെയും ജിബ്രീൽ പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞു, എല്ലാ കണ്ണീറുകാരുടെ ഉപദ്രവത്തിൽ നിന്നും അള്ളാഹു താങ്കൾക്ക് സംരക്ഷണം നൽകട്ടെ എന്നുള്ളത്. അപ്പോൾ ഇവിടെ ഈ ഹദീസുകളൊക്കെ നമുക്ക് പഠിപ്പിച്ചു തരുന്ന വിഷയം എന്താണ്? കണ്ണീറ് യാഥാർത്ഥ്യമാണ് എന്നുള്ളതാണ്. അസ്മാ ബിന്തു ഉമൈസ് 4ാമത്തെ ഹദീസ് ആട്ടോ, കണ്ണീർ യാഥാർത്ഥ്യമാണ് എന്നതിൻ്റെ 4ാമത്തെ ഹദീസ്. അസ്മാ ബിന്തു ഉമൈസ് റളിയല്ലാഹു അൻഹ പറയാണ്,
ജാഫർ ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ മക്കൾക്ക് പെട്ടെന്ന് കണ്ണീർ ബാധിക്കും. അതുകൊണ്ട് നബിയെ, ഞാൻ അവർക്ക് മന്ത്രിച്ചു കൊടുക്കട്ടെ എന്ന് അസ്മാ ബിൻത് ഉമൈസ് റളിയല്ലാഹു അൻഹ ചോദിച്ചു. അപ്പോൾ അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ണീർ എന്ന് പറയുന്ന സംഭവം ഇല്ലെങ്കിൽ അവിടെ എന്താ പറയേണ്ടത്? മന്ത്രിച്ചു കൊടുക്കാൻ പാടില്ല എന്നല്ല പറയേണ്ടത്. പക്ഷെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ മന്ത്രിച്ചു കൊടുക്കണം. അസ്മാ ബിൻത് ഉമൈസ് റളിയല്ലാഹു അൻഹയോട് പറയാണ്, കണ്ണീർ യാഥാർത്ഥ്യമാണ്, നിങ്ങൾ അവർക്ക് മന്ത്രിച്ചു കൊടുക്കണം, ഇസ്ലാം പഠിപ്പിച്ച രൂപത്തിലുള്ള മന്ത്രങ്ങൾ അവർക്ക് ചൊല്ലിക്കൊടുക്കണം എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിക്കൊണ്ട് കാണാൻ കഴിയും. ഇനി അഞ്ചാമത്തെ ഹദീസ് നമ്മൾ ശരിക്ക് പഠിക്കേണ്ട ഒരു ഹദീസാണ്. അഞ്ചാമത്തെ ഹദീസ് ആയിക്കൊണ്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അക്സറു മൻ യമൂതു മിൻ ഉമ്മതി ബഅദ ഖലാഇല്ലാഹി വഖദിരിഹി ബിൽ അൻഫുസ് ഐ അൽ ഐൻ. അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ മരണപ്പെടുക ഖളാ ഖദർ കഴിഞ്ഞാൽ കണ്ണീർ കൊണ്ടായിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ മരണപ്പെടുക ഖളാ ഖദർ കഴിഞ്ഞാൽ പിന്നെ കണ്ണീർ കൊണ്ടായിരിക്കും. എന്താണ് ഇങ്ങനെ പറഞ്ഞാൽ? ഈ ഭാഗം വിശദീകരിക്കുന്ന സമയത്ത് പണ്ഡിതന്മാർ പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ ആളുകളുടെ മരണത്തിനും ചില സബബുകൾ, ചില കാരണങ്ങൾ വെച്ചിട്ടുണ്ടാകും. ചില ആളുകൾ മരിക്കാനുള്ള കാരണമായി നിശ്ചയിച്ചത് ചിലപ്പോൾ മുങ്ങി മരിക്കണം എന്ന സബബായിരിക്കും. ചില ആളുകൾ മരിക്കാനുള്ള സബബായി നിശ്ചയിച്ചത് കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് വീണ് മരിക്കണം എന്ന കാരണമായിരിക്കും. ചില ആളുകൾ മരിക്കാനുള്ള കാരണമായി അള്ളാഹു നിശ്ചയിച്ചത് അയാൾ റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്ത് വണ്ടി തട്ടി മരിക്കണം എന്ന സബബായിരിക്കും. എന്നാൽ ചില ആളുകളുടെ മരണത്തിന് കാരണമായി അള്ളാഹു സബബായി നിശ്ചയിച്ചത് ചിലപ്പോൾ കണ്ണീറായിരിക്കും. അതാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നത്. അഥവാ ഇത് ഇങ്ങനെ പഠിപ്പിക്കാനുള്ള കാരണം എന്താണ്? അത്രത്തോളം ഗൗരവമുണ്ട് കണ്ണീർ എന്ന് പറഞ്ഞാൽ. നമ്മൾ നിസാരമായി കാണേണ്ട വിഷയമല്ല. എന്നാൽ ഇനി ഈ വിഷയത്തിൽ എല്ലാത്തിനെ കാണുമ്പോഴും കണ്ണീറായി കാണണ്ടോ? വേണ്ട. അവിടെ ഈ കണ്ണീറിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം എന്താണ്? അതും പറയുന്നുണ്ട്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, തീർച്ചയായും കണ്ണീർ ഒരു വ്യക്തിയെ ഖബറിലേക്ക് എത്തിക്കും. ഏതുപോലെ? ഒട്ടകത്തെ അതിനെ വേവിക്കുന്ന പാത്രത്തിലേക്ക് എത്തിക്കുന്ന പോലെ. രാവിലെ ഒരു കുഴപ്പമില്ലാത്ത ഒട്ടകമായിരുന്നു, ഹദീസിൽ കാണാൻ കഴിയും, ഒരു കുഴപ്പമില്ലാത്ത ഒട്ടകമാണ്. അതിനെ കണ്ട സമയത്ത് ഒരാൾ കണ്ണുവെച്ചു. ആ ഒട്ടകത്തിന് രോഗം ബാധിച്ചു. അതിൻ്റെ യജമാനൻ അതിനറുത്തു. അതിനെ പിന്നീട് അതിനെ വേവിക്കുന്ന പാത്രത്തിലേക്ക് കൊണ്ടുപോയിട്ടു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒട്ടകത്തെ അതിനെ വേവിക്കുന്ന പാത്രത്തിൽ എത്തിക്കുന്ന പോലെ മനുഷ്യനെ ഖബറിൽ എത്തിക്കും കണ്ണീർ എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് ഒരു വിശ്വാസി അവൻ്റെ ജീവിതത്തിൽ ഗൗരവത്തിൽ കാണേണ്ട വിഷയമാണ് കണ്ണീർ. ഇതിനൊക്കെ നിഷേധിക്കുക എന്നുള്ളതല്ല. ഖുർആനിലും ഹദീസിലും പഠിപ്പിച്ച വിഷയങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ സത്യപ്പെടുത്തുകയും അതിനെ വിശ്വസിക്കുകയും ഒരു വിശ്വാസിയുടെ ബാധ്യതയാണ്. ഇനി ഇതെന്നെല്ലാത്തിനെയും പേടിച്ച് ജീവിക്കണം എന്നാണോ? അല്ല. ഇതൊന്ന് രക്ഷപ്പെടാനുള്ള മാർഗവും ഇസ്ലാം തന്നെ പഠിപ്പിച്ചു തരുന്നുണ്ട്. അയാൾക്ക് കണ്ണീർ തട്ടി എന്ന് തോന്നുകയാണെങ്കിൽ അയാൾ ചെയ്യേണ്ട കാര്യം എന്താണ്? ഇയാളുടെ കണ്ണീറാണ് എനിക്ക് തട്ടിയതെന്ന് അയാൾക്ക് ബോധ്യപ്പെടുകയാണ്. അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തൊരു സംഭവം ഉണ്ടായി. അഥവാ സഹൽ ബിൻ ഹുനൈഫ് എന്ന് പറയുന്ന സ്വഹാബിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ബാക്കിയുള്ള സ്വഹാബത്തും ഒരു യാത്രയിലാണ്. അവർ യാത്ര പോകുന്ന സമയത്ത് ജുഹ്ഫ എന്ന് പറയുന്ന ഭാഗത്തിനടുത്തുള്ള ഹസാർ എന്ന് പറയുന്ന പ്രദേശത്തെത്തിയപ്പോൾ അവിടെ ചെറിയൊരു ജലാശയമുണ്ട്, ഒരു വെള്ളക്കെട്ട്. അവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബിമാരും അവിടെ ഇറങ്ങി. അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തൊരു സംഭവം ഉണ്ടായി. അഥവാ സഹൽ ബിൻ ഹുനൈഫ് എന്ന് പറയുന്ന സ്വഹാബിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ബാക്കിയുള്ള സ്വഹാബത്തും ഒരു യാത്രയിലാണ്. അവർ യാത്ര പോകുന്ന സമയത്ത് ജുഹ്ഫ എന്ന് പറയുന്ന ഭാഗത്തിനടുത്തുള്ള ഹസാർ എന്ന് പറയുന്ന പ്രദേശത്തെത്തിയപ്പോൾ അവിടെ ചെറിയൊരു ജലാശയമുണ്ട്, ഒരു വെള്ളക്കെട്ട്. അവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബിമാരും അവിടെ ഇറങ്ങി. അവിടെ ഇറങ്ങിയിട്ട് എന്ത് ചെയ്തു? അവർ കുളിക്കുകയാണ്. അവർ കുളിക്കും, wudu ചെയ്യും, തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ സഹൽ ബിൻ ഹുനൈഫ് എന്ന് പറയുന്ന സ്വഹാബി അദ്ദേഹത്തിൻ്റെ മേൽക്കുപ്പായം അഴിച്ചു. ആ സ്വഹാബിൻ്റെ ശരീരത്തെക്കുറിച്ച് ഹദീസിൽ കാണാൻ കഴിയും, വകാന റജുലൻ നബിയ്യല്ലാ, നല്ല വെളുത്ത ശരീരമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. കാരണം നല്ല ഭംഗിയുള്ള ഒരൊത്ത പുരുഷൻ. അപ്പം അങ്ങനെ ഈ സഹൽ ബിൻ ഹുനൈഫ് എന്ന് പറയുന്ന സ്വഹാബി അദ്ദേഹത്തിൻ്റെ മേൽക്കുപ്പായം കണ്ട് അഴിച്ച സമയത്ത് ഈ രംഗം കണ്ട ആമിർ ബിൻ റബീഅ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മാ റഅയ്തു കൽ യൗമി വലാ ജിൽദ മുഖബ്ബഅത്തിൻ, ഇങ്ങനെ ഭംഗിയുള്ളൊരു ശരീരം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്നേ വരെ കണ്ടിട്ടില്ല എന്നുകൊണ്ട് പറഞ്ഞു.
ഇത് പറഞ്ഞ ഉടനെ തന്നെ ഹദീസിൽ കാണാൻ കഴിയും ഫലൂബിത ബിസഹലിൻ, സഹൽ ബോധം കെട്ടു വീണു എന്നുള്ളതാണ്. ആ ജലാശയത്തിലേക്കാണ് ബോധം കെട്ട് വീഴുന്നത്. ഒന്നും പറഞ്ഞില്ല. എന്തേ പറഞ്ഞിട്ടുള്ളൂ? ഇങ്ങനെ ഭംഗിയുള്ള ഇത്രത്തോളം ചുരുക്കുള്ള ഒരു ശരീരം ഞാൻ കണ്ടിട്ടില്ല, അത്രേ പറഞ്ഞിട്ടുള്ളൂ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ. അപ്പൊ ഇത് പിന്നെ അദ്ദേഹം ബോധം കെട്ട് വീണു. അദ്ദേഹത്തിന് തല ഉയർത്താൻ കഴിയണില്ല, കൈകാലുകൾ അനക്കാൻ കഴിയണില്ല. സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനോട് ചോദിക്കാണ്, അദ്ദേഹത്തിന് കണ്ണീര് തട്ടിയെന്ന് എനിക്ക് തോന്നുന്നുണ്ട്, നിങ്ങൾ ആരെങ്കിലും അദ്ദേഹത്തെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞോ എന്ന് ചോദിച്ചു. അപ്പൊ സ്വഹാബത്തൊക്കെ എന്ത് ചെയ്തു? നളറ ഇലൈഹി ആമിർ ബിൻ റബിയ, ആമിർ ബിൻ റബിയ എന്ന് പറഞ്ഞ സ്വഹാബിന്റെ നേരേക്ക് എല്ലാ ആളുകളും നോക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സ്വഹാബിനെ വിളിച്ചു. വിളിച്ചിട്ട് അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ശക്തമായി ദേഷ്യപ്പെട്ടു. അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യാണ്? ശക്തമായി കൊണ്ട് ഈ സ്വഹാബിനോട് ദേഷ്യപ്പെട്ടു. എന്നിട്ട് പറഞ്ഞൊരു വാക്കാണ്, അലാ മയഖ്തുലു അഹ്ദുകും അഖാഹു, നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ സഹോദരനെ കൊന്നുകളയണത്? നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ സഹോദരനെ കൊന്നുകളയണത്? ഇവിടെ ഈ ആമിർ ബിൻ റബിയ എന്ന് പറയുന്ന സ്വഹാബി കത്തിയെടുത്തിട്ട് ഈ സഹൽ ബിൻ ഹുനൈഫ് എന്ന് പറയുന്ന സ്വഹാബിനെ കുത്താൻ നോക്കിയിട്ടുണ്ടോ? അല്ലെങ്കിൽ വാലെടുത്ത് വെട്ടിയിട്ടുണ്ടോ? ഒന്നുമില്ല. എന്തേ പറഞ്ഞിട്ടുള്ളൂ? ഈ രൂപത്തിൽ പദപ്രയോഗം നടത്തിയിട്ടുള്ളൂ. അപ്പോഴേക്ക് ആ വാക്കിനെയാണ് അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ സഹോദരനെ കൊന്നുകളയുന്നത് എന്നുള്ളതാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹല്ലാ ഇദാ റഅയ്ത മാ യുഅ്ജിബുക ബറകത, അത്ഭുതകരമായ ആശ്ചര്യകരമായ സംഭവങ്ങൾ കാണുമ്പോൾ ബാറക്കല്ലാ എന്ന് നിങ്ങൾക്ക് പറഞ്ഞൂടെ, അല്ലെങ്കിൽ മാഷാ അല്ലാഹ് എന്ന് നിങ്ങൾക്ക് പറഞ്ഞൂടെ? എന്തിനാണ് ഈ രൂപത്തിൽ നിങ്ങൾ പദപ്രയോഗങ്ങൾ നടത്തുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നിട്ട് എന്താ പ്രവാചകൻ ചെയ്തത്? സുമ്മ ഖാല ലഹു യഗ്തസിൽ ലഹു, ഈ ആമിർ ബിൻ റബിയ, ഈ വാക്ക് പറഞ്ഞ സ്വഹാബി ആരാണ്? ആമിർ ബിൻ റബിയയാണ്. അദ്ദേഹത്തോട് കഴുകാൻ പറഞ്ഞു. ഫഗസല വജ്ഹഹു വയദൈഹി വമിർഫഖൈഹി വറുകുബതൈഹി, ആ സ്വഹാബി അദ്ദേഹത്തിന്റെ മുഖം കഴുകി, അദ്ദേഹത്തിന്റെ കയ്യും കാലും മുട്ടുൾപ്പെടെ കഴുകി. ചില റിവായത്തിൽ കാണാൻ കഴിയും അരവരെ കഴുകി. അതേപോലെ ചില ഉലമാക്കളായ ആളുകൾ പറഞ്ഞു ഉളു ചെയ്തു എന്നുള്ളത്. എന്തായാലും ഈ സ്വഹാബി അദ്ദേഹത്തിന്റെ കയ്യും മുഖവും കാലൊക്കെ കഴുകിയ വെള്ളം ഒരു പാത്രത്തിലാക്കി. ആ പാത്രത്തിലെ വെള്ളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുമ്മ സബ്ബ ദാലികൽ മാ അലൈഹി, എന്നിട്ട് ബോധം കെട്ട് കിടക്കുന്ന സഹൽ ബിൻ ഹുനൈഫ് എന്ന് പറയുന്ന സ്വഹാബിന്റെ തലയിലേക്ക് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒഴിച്ചു കൊടുത്തു. അത് ഒഴിച്ചു കൊടുത്ത സമയത്ത് അദ്ദേഹത്തിന്റെ എല്ലാ പ്രയാസങ്ങളും മാറി. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ മറ്റൊരു റിപ്പോർട്ടിൽ കാണാൻ കഴിയും, ഒരു പ്രാർത്ഥനയും കൂടി പ്രാർത്ഥിക്കുന്നുണ്ട്. നബി എന്താ പ്രാർത്ഥിക്കണം? അല്ലാഹുമ്മ അദ്ഹിബ് അൻഹു ഹർറഹാ വബർദഹാ വബസബഹാ, അല്ലാഹുവേ ഈ കണ്ണീർ കൊണ്ടുള്ള അദ്ദേഹത്തിന്റെ ചൂടും തണുപ്പും രോഗാവസ്ഥയും നീ മാറ്റി കൊടുക്കണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നിട്ട് പ്രവാചകൻ അവസാനം പഠിപ്പിച്ചൊരു വിഷയം എന്താണെന്നറിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇദാ റആ അഹദുകും മിൻ അഖീഹി വമിൻ നഫ്സിഹി വമിൻ മാലിഹി മാ യുഅ്ജിബുഹു, നിങ്ങളിലോ നിങ്ങളുടെ സഹോദരനോ അവന്റെ സമ്പത്തിലോ അത്ഭുതകരമായ സംഭവങ്ങൾ കാണുമ്പോൾ ബാറക്കല്ലാഹ് എന്നാണ് നിങ്ങൾ പറയേണ്ടത്. അതല്ലാത്ത ഈ രൂപത്തിലുള്ള പദപ്രയോഗങ്ങൾ നിങ്ങൾ നടത്തരുത് എന്ന് അവരെ പഠിപ്പിച്ചതും നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സ്വഹാബിയിൽ കണ്ണീർ തട്ടിയെന്ന് മനസ്സിലാക്കിയപ്പോൾ അതിനേത് രൂപത്തിലാണ് ചികിത്സിച്ചത് എന്നതാണ് നമ്മൾ സൂചിപ്പിച്ചു വന്നത്. ഇനി അതിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം ഏതാണ്? മഹാനായ ഉസ്താദ് ദക്തൂർ ഹുസൈൻ ഇബ്നു ഗാസി അത്തുബൈജിരി എന്ന് പറയുന്ന പണ്ഡിതൻ അദ്ദേഹത്തിന്റെ അൽ അഹാദീസുൽ വാരിദ ഫിൽ ഐനി ഹഖീഖത്തുഹാ വൽ വിഖായത്തു വൽ ഇലാജു എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറയാണ്, ഒരാൾക്ക് കണ്ണീരിൽ നിന്നും രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ 4 എണ്ണമാണ്. അതുകൊണ്ട് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഒരാൾക്ക് ഇതൊക്കെ കേട്ടിട്ട് എന്ത് ചെയ്യാണ്? എല്ലാം സംഭവിക്കുമ്പോൾ ഒക്കെ കണ്ണീറായിട്ട് കാണേണ്ട ആവശ്യമുണ്ടോ? എന്തിനു പേടിക്കുക? ഒരു കച്ചവടം ഞാൻ തുടങ്ങൂല കാരണം കണ്ണീർ തട്ടിയാലോ, അതേപോലെ തന്നെ ഞാൻ എൻ്റെ മക്കളിനെ പുറത്തേക്ക് ഇറക്കൂല കണ്ണീർ തട്ടിയാലോ, ഇങ്ങനെ ഒരു വിശ്വാസി പേടിച്ച് ജീവിക്കണോ? വേണ്ട. അയാള് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഈ മാർഗങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ അയാൾക്ക് കണ്ണീരിൽ നിന്ന് രക്ഷപ്പെടാം. എന്തൊക്കെയാണ് ആ മാർഗങ്ങൾ? ഒന്നാമത്തെ വിഷയം, ഖുർആനിലും ഹദീസിലും വന്ന പ്രാർത്ഥനകൾ പതിവാക്കുക. ഒരാൾ രാവിലെ പ്രാർത്ഥിക്കാണ്, അഊദു ബികലിമാത്തില്ലാഹി തമ്മ മിൻ കുല്ലി ശൈത്താനിൻ വഹാമ വമിൻ കുല്ലി ഐനിൻ ലാമ. അയാൾക്ക് കണ്ണീരിൽ നിന്ന് രക്ഷയാണ്. ഇയാൾ ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചിറങ്ങിയാൽ മതി. നമ്മൾ ഈ പ്രാർത്ഥനകളൊന്നും പ്രാർത്ഥിക്കൂല, ഈ രൂപത്തിലൊന്നും നമ്മുടെ ശ്രദ്ധ കാണിക്കൂല. എന്നിട്ട് പിന്നെ കണ്ണീറിനെ കുറ്റപ്പെടുത്തിയിട്ടും കാര്യമില്ലല്ലോ. അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കണ്ണീർ യാഥാർത്ഥ്യമാണ്. ആ കണ്ണീറിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗവും ഇസ്ലാം തന്നെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഒരാള് രാവിലെയും വൈകുന്നേരവും ഈ പ്രാർത്ഥന 3 പ്രാവശ്യം പറഞ്ഞാൽ ഒരു ഉപദ്രവവും അയാൾക്ക് ബാധിക്കൂല.
ഇനി പറയാൻ പോണ പ്രാർത്ഥന ഒരു ദിവസം രാവിലെയും വൈകുന്നേരവും 3 തവണ. ഏതാണ് ആ പ്രാർത്ഥന? ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർദി വലാ ഫിസ് സമാഇ വഹുവ സമീഉൽ അലീം എന്ന് പറയുന്ന പ്രാർത്ഥന ഒരാൾ ഒരു ദിവസം 3 തവണ ചൊല്ലുകയാണെങ്കിൽ, നമ്മൾ ആലോചിക്കുക, നമ്മൾ ഇന്ന് എത്ര പേര് ചൊല്ലിയിട്ടുണ്ട്? രാവിലെയും വൈകുന്നേരം ഈ പ്രാർത്ഥന ചൊല്ലിയിട്ടുണ്ടോ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒരു ഉപദ്രവവും അവനെ ബാധിക്കൂല. ലം യദുറഹു ശൈഉൻ, ഒരു ഉപദ്രവം ഉണ്ടാവില്ല. കണ്ണെറിന്നൊക്കെ രക്ഷ ലഭിക്കാൻ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. മറ്റൊരു പ്രാർത്ഥനയായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നമുക്കൊക്കെ അറിയുന്ന പ്രാർത്ഥനയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഈ ഒരു പ്രാർത്ഥന ഒരാള് ഒരു ദിവസം 10 തവണ ചൊല്ലുകയാണെങ്കിൽ എത്ര? എങ്ങനെ? ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഇപ്പൊ 2 പ്രാവശ്യം പറഞ്ഞില്ലേ? ഇനി 8 പ്രാവശ്യം കൂടി പറഞ്ഞാൽ മതി. ഈ പ്രാർത്ഥന ഒരാൾ 10 പ്രാവശ്യം പറയുകയാണെങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവന് 100 നന്മ അള്ളാഹു രേഖപ്പെടുത്തും, 100 തിന്മയും അവനിന്ന് മായ്ച്ചു കൊടുക്കും. പിന്നീട് ആ ദിവസത്തിൽ പിശാചിന്റെ ഷർറിൽ നിന്ന് അള്ളാഹു അവന് സംരക്ഷണവും കൊടുക്കും. സുബ്ഹാനല്ലാഹ്, ഒന്ന് ആലോചിച്ച് നോക്കുകയാണ്, എത്ര വലിയ അനുഗ്രഹമാണ്. കണ്ണേറ് എന്ന് പറഞ്ഞിട്ട് അതിനെ നിഷേധിക്കുകയും അതിനെ കളിയാക്കുകയും ചെയ്യുന്ന ആളുകൾ, അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് രക്ഷപ്പെടാനുള്ള മാർഗം പറഞ്ഞു. ഇന്ന് ചില ആളുകൾ ഇതിനിങ്ങനെ പേടിച്ചിട്ട് ഒരു വീട് കെട്ടുമ്പോൾ വീടിന്റെ മുമ്പിൽ ഇങ്ങനെ ഒരു കോലം വെക്കും, അല്ലെങ്കിൽ കരിങ്കണ്ണാന്ന് ഇങ്ങനെ നോക്കുകയെന്ന് എഴുതി വെക്കും. അതല്ലെങ്കിൽ ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ അവരുടെ അരയിൽ ഇങ്ങനെ ഒരു കറുത്ത ചരട് കെട്ടിക്കൊടുക്കും, അല്ലെങ്കിൽ കയ്യിൽ കറുത്ത ചരട് കെട്ടിക്കൊടുക്കും, അല്ലെങ്കിൽ കുട്ടീനെ കുളിപ്പിച്ച് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? കവിളിൽ ഒരു കുത്തിട്ട് കൊടുക്കും. ഇതൊക്കെ കണ്ണീറിന്ന് രക്ഷപ്പെടാനെന്നാണ് പറയുന്നത്. അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് പ്രാർത്ഥിച്ചു കൊടുക്കണം. അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തം പേരക്കുട്ടികൾക്ക് ഇപ്രകാരം പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ മക്കൾക്ക് പ്രാർത്ഥിച്ചു കൊടുത്ത് ഇറക്കിയാൽ മതി, ഒരു പ്രശ്നം ഉണ്ടാകൂല. ഇതൊന്നും ചെയ്യാതെ പിന്നെ ഇതിനെ ചെയ്യുന്ന ആളുകൾ അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ അതാണ് ഖുർആനിലും ഹദീസിലും വന്ന പ്രാർത്ഥനകൾ. രണ്ടാമത്, രാവിലെയും വൈകുന്നേരവും ചൊല്ലേണ്ട അദ്കാറുകൾ പതിവാക്കുക. രാവിലെയും വൈകുന്നേരവും ചൊല്ലേണ്ട അദ്കാറുകൾ ഞാൻ ചോദിക്കണില്ല ഇന്ന് എത്ര പേര് ചൊല്ലി എന്നുള്ളത്. അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അതേപോലെ തന്നെ ഖുർആൻ പാരായണം ചെയ്യാം. അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു പറയുന്ന ഹദീസിൽ കാണാൻ കഴിയും, അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ യതഅവ്വദു മിനൽ ഐനിൽ ജാനി വഅഇനുൽ ഇൻസി ഫലമ്മാ നസലത് മുഅവ്വിദതാനി അഖദഹുമാ വതറക മാ സിവാ ദാലിക. അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മനുഷ്യരുടെയും ജിന്നുകളുടെയും കണ്ണീരിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ആദ്യകാലത്ത് ചില പദപ്രയോഗങ്ങൾ പറഞ്ഞിരുന്നു. ശ്രദ്ധിക്കണേ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മനുഷ്യന്മാരുടെയും ജിന്നുകളുടെയും കണ്ണീരിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ആദ്യകാലത്ത് ചില പദപ്രയോഗങ്ങൾ പറഞ്ഞിരുന്നു. എന്നാൽ മുഅവ്വിദതാനി ഇറങ്ങിയതിന് ശേഷം ബാക്കിയുള്ള എല്ലാ പദപ്രയോഗങ്ങളും നബി ഒഴിവാക്കി. ഏതാ മുഅവ്വിദതാനി? സൂറത്തുൻ നാസും സൂറത്തുൽ ഫലക്കും. മുഅവ്വിദാത്ത് ഏതാണ്? സൂറത്തുൻ നാസും ഫലക്കും ഇഖ്ലാസും. ഇത് ഇറങ്ങിയതിന് ശേഷം, ഈ സൂറത്തുകൾ ഇറങ്ങിയതിന് ശേഷം അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സൂറത്ത് എടുക്കുകയും ബാക്കിയുള്ള എല്ലാ പദപ്രയോഗങ്ങളും ഒഴിവാക്കുകയും ചെയ്തു. നമുക്ക് ശരിക്ക് ഈ സൂറത്തുൻ നാസിന്റെയും ഫലക്കിന്റെയും അതിൻ്റെ ശ്രേഷ്ഠത അറിയാത്തത് കൊണ്ടാണ്, അതിൻ്റെ മഹത്വം അറിയാത്തത് കൊണ്ടാണ്. അതൊരു വിശ്വാസി രാവിലെ സുബഹി നമസ്കാരത്തിന് ശേഷം ഒരു 3 തവണ ചൊല്ലിയിട്ട് ഇറങ്ങുകയാണെങ്കിൽ വല്ലാത്ത ബർക്കത്താണ്. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും അയാൾക്ക് രക്ഷയാണ്. അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അതേപോലെ തന്നെ ആയത്തുൽ കുർസിന്റെ മഹത്വം പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഈ സ്വഹാബീനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സകാത്തിന്റെ പണം നോക്കാൻ വേണ്ടി അതിനെ സംരക്ഷിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏൽപ്പിച്ചു. അപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു രാത്രി ഒരു ദിവസം അവിടെ ചെന്ന സമയത്ത് സ്വഹാബി കണ്ട രംഗം എന്താണെന്ന് ചോദിച്ചാൽ, ഒരാൾ വന്ന് സകാത്തിന്റെ സമ്പത്ത് നിന്ന് എന്ത് ചെയ്യാണ്? മോഷ്ടിക്കാണ്. അപ്പോൾ അയാളെ കയ്യോടെ പിടിച്ചിട്ട് പറഞ്ഞു, ഞാൻ നിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അരികിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ ഈ കള്ളം പറഞ്ഞു, പിന്നെ എനിക്ക് ഒരുപാട് പ്രാരാബ്ധമുണ്ട്, പ്രയാസങ്ങളുണ്ട്, ബുദ്ധിമുട്ടുണ്ട്. അയാളുടെ പ്രാരാബ്ധത്തിന്റെ ഭാണ്ഡക്കട്ട കഴിച്ചു കൊടുത്തു. ഇങ്ങനെ ബുദ്ധിമുട്ടാണ്, അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ സ്വഹാബിക്ക് പാവം തോന്നിയിട്ട് അയാളെ പുറത്ത് വിട്ടു. പിറ്റേന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഇന്നലെ ഒരാൾ വന്നിരുന്നില്ലേ എന്ന് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്ത് അവിടെ അല്ല, പ്രവാചകന് വഹി കിട്ടിയതാണ്. ആ നബി ഇന്നലെ ഒരാൾ വന്നിരുന്നു, അയാൾ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വിട്ടയച്ചതാണ്. അള്ളാഹിന്റെ റസൂൽ പറയാണ്, ഇന്നും അവൻ വരുന്നു പറഞ്ഞു. അപ്പോൾ രണ്ടാമത്തെ ദിവസം എന്ത് ചെയ്തു?
അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, ഇയാൾ വന്ന് ആ സകാത്തിന്റെ സമ്പത്തിൽ നിന്ന് മോഷ്ടിക്കുകയാണ്. അയാളെ കയ്യോടെ പിടിച്ചു. അപ്പോൾ വീണ്ടും അയാൾ എന്ത് പറഞ്ഞു? അയാളുടെ പ്രയാസങ്ങളൊക്കെ പറഞ്ഞു. അപ്പോഴും സ്വഹാബി വെറുതെ വിട്ടു. മൂന്നാമത്തെ ദിവസം ഇതേപോലെ പിടിച്ചു. മൂന്നാമത്തെ ദിവസം പറഞ്ഞു, ഇനി എന്തെന്നെ സംഭവിച്ചാലും വെറുതെ വിടില്ല, നിന്നെ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുമ്പിൽ ഹാജരാക്കും. അപ്പൊ ആ കള്ളൻ പറയാണ്, ദഅനി ഉഅല്ലിമുക കലിമാത്തിൻ യൻഫഉക അല്ലാഹു ബിഹാ, നീ എന്നെ വിടുകയാണെങ്കിൽ ഞാൻ നിനക്ക് ഉപകാരമുള്ള ഒരു അറിവ് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം എന്ന് പറഞ്ഞു. അപ്പൊ എന്താണ് അറിവ്? പിന്നെ ഇദാ വൈത ഇലാ ഫിറാശിക ഫഖറ ആയത്തുൽ കുർസി, നീ ഉറങ്ങാൻ വേണ്ടി നിന്റെ വിരിപ്പിലേക്ക് ചെല്ലുമ്പോൾ നീ ആയത്തുൽ കുർസി ഒരു തവണ ചൊല്ലുക. ആയത്തുൽ കുർസി അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം എന്ന് തുടങ്ങുന്ന ആ ഒരു ആയത്തില്ലേ, അത് ഒരു തവണ നീ ചൊല്ലുക. ഏതുവരെ? ആ ആയത്തിന്റെ അവസാനം വരെ നീ ചൊല്ലുക. നീ അത് ചൊല്ലുകയാണെങ്കിൽ ഫഇന്നക ലൻ യസാല അലൈക മിനല്ലാഹി ഹാഫിലുൻ ഫലാ യഖറബന്നക ശൈത്താനുൻ ഹത്താ തുസ്ബിഹ, നേരം വെളുക്കുന്നത് വരെ അള്ളാഹുവിന്റെ സംരക്ഷണം നിനക്കുണ്ടാകും. ആ രാത്രി നിന്നെ പിശാച് പിന്നെ നിന്നിലേക്ക് സമീപിക്കുകയില്ല എന്നുള്ളതാണ്. ഈ സംഭവം വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, സ്വദഖക വഹുവ കദൂബുൻ, അവൻ പറഞ്ഞത് സത്യമാണ്, പക്ഷെ അവൻ ആള് കള്ളനാണ്. ശൈത്താൻ, അത് പിശാചാണ് എന്ന് ആര് പഠിപ്പിച്ചു? അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസാണ്, ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഒരാൾ രാത്രി ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് വുളു ചെയ്ത് സൂറത്തുൻ നാസും ഫലക്കും ഇഖ്ലാസും ഓതി ഒരു തവണ ആയത്തുൽ കുർസി ഓതി കിടന്നാൽ അയാൾക്ക് അള്ളാഹുവിൽ നിന്ന് സംരക്ഷണം ഉണ്ടാകും. പിശാചിന്റെ എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും, ഈ കണ്ണിറക്ക് പിശാചിന്റെ ഉപദ്രവങ്ങളാണല്ലോ, എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും അയാൾക്ക് രക്ഷയാണ്. നമ്മൾ ഇന്നലെ രാത്രി നമ്മൾ എത്ര പേര് സൂറത്ത് ആയത്തുൽ കുർസി ഓതിയിട്ടുണ്ട്? ആരും കൈപോക്കണ്ട. നമുക്ക് എത്ര പേർക്ക് ഓതം കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ആലോചിക്കുക. ഇതിന്റെ മഹത്വം അറിയാത്ത ഒരാളും ഈ സദസ്സിലുണ്ടാവില്ല. എല്ലാ ആളുകൾക്കും ഇതിന്റെ മഹത്വം അറിയാം. ഇതിങ്ങനെ കേട്ടാൽ മാത്രം പോരാ, നമ്മുടെ ജീവിതത്തിന്റെ മേഖലയിലേക്ക് കൊണ്ടുവരാൻ കഴിയണം. രാത്രി ഒരാൾ വുളു ചെയ്ത് കിടക്കുക എന്ന് പറഞ്ഞാൽ സുബ്ഹാനല്ലാഹ്, അതിന്റെ ഗൗരവം വലുതാണ്. നല്ല തണുപ്പുണ്ട്. ഇപ്പം ഈ സമയത്തൊക്കെ നല്ല തണുപ്പുണ്ട്. ആ തണുപ്പുള്ള സമയത്ത് ഒരാൾ വുളു ചെയ്യാന്ന് പറഞ്ഞാൽ ഏറെ ശ്രേഷ്ഠത ഉള്ളതാണ്. നല്ല ചൂടുള്ള സമയത്ത് ഒരാൾ നോമ്പ് നോക്കുന്നതും നല്ല തണുപ്പുള്ള സമയത്ത് ഒരാൾ വുളു ചെയ്യുന്നതും രണ്ടിനും ശ്രേഷ്ഠത കൂടുന്നുള്ളതാണ്. നല്ല തണുപ്പൊക്കെ ഉണ്ടെങ്കിലും ഒന്ന് പെട്ടെന്ന് പോയിട്ടൊന്ന് വുളു ചെയ്ത് നമ്മുടെ വിരിപ്പിലേക്ക് എത്തി കയ്യൊക്കെ ഒന്ന് ചേർത്ത് പിടിച്ച് സൂറത്തുൻ നാസും ഫലക്കും ഇഖ്ലാസും ഓതി ശരീരം മുഴുവനും കഴിയുന്ന ഭാഗത്തൊക്കെ കൈ തട്ടിച്ച്, അതേപോലെ തന്നെ ആയത്തുൽ കുർസി ഓതി ആമന റസൂൽ ഓതി ശരീരം വലതു ഭാഗത്തേക്ക് തിരിഞ്ഞ് കിടക്കുമ്പോൾ അതിന്ന് കിട്ടുന്നൊരു ബർക്കത്തുണ്ട്. അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കാൻ തൗഫീക്ക് നൽകട്ടെ. അതേപോലെ തന്നെ ഒരാൾ ആമന റസൂൽ ചൊല്ലുകയാണെങ്കിൽ അയാൾക്ക് രക്ഷയാണ്. അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആയത്താനി മിൻ ആഖിരി സൂറത്തിൽ ബഖറ, സൂറത്ത് ബഖറയിൽ അവസാനത്തെ 2 ആയത്ത് ഒരാൾ ഓതിക്കടക്കുകയാണെങ്കിൽ, ആ രൂപത്തിൽ അവൻ ഓതിക്കടക്കുകയാണെങ്കിൽ കഫതാഉ, അവൻ അത് മതി എന്നുള്ളതാണ്. ആ രാത്രി അത് മതി. ഒരാൾ ആമന റസൂല് 2 ആയത്ത് ഓതിയിട്ട് ഉറങ്ങുകയാണെങ്കിൽ അവൻ അത് മതി. അതാണ് രണ്ടാമതായിട്ട് സൂചിപ്പിച്ചത്. അവസാനമായിട്ടുള്ള ഒരു പോയിന്റ്, ഒരാൾ സുബഹി നമസ്കരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സല്ല സുബ്ഹ ഫഹുവ ഫീ ദിമ്മത്തില്ലാഹ്, ആരെങ്കിലും സുബഹി നമസ്കരിച്ചാൽ അവൻ അള്ളാഹുവിന്റെ സംരക്ഷണത്തിലാണ്. അള്ളാഹു അവന്റെ കാര്യം നോക്കിക്കോളും. അപ്പൊ ഇതിൻ്റെയൊക്കെ പ്രാധാന്യം അറിയുന്ന ആളുകളാണ്, ഇതിന്റെ മഹത്വം അറിയുന്ന ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. പക്ഷെ ഇതൊക്കെ പഠിച്ചിട്ടും നമ്മുടെ ജീവിതത്തിന്റെ മേഖലയിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നില്ലെങ്കിൽ വലിയ നഷ്ടക്കാരായിക്കൊണ്ട് നമ്മൾ മാറും. അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കാൻ തൗഫീക്ക് നൽകട്ടെ. പറയുന്ന കാര്യങ്ങൾ ജീവിതത്തിന്റെ മേഖലയിലേക്ക് കൊണ്ടുവരുവാനും തൗഫീക്ക് നൽകട്ടെ. അപ്പോൾ സഹോദരന്മാരെ, നമ്മൾ പറഞ്ഞത് കണ്ണേറ് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഒരു അസൂയ കലർന്ന നോട്ടത്തെയാണ് കണ്ണേറ് എന്ന് പറയാം. ആ അസൂയ കലർന്ന നോട്ടത്തെ ഒരാളിലേക്ക് നോക്കുമ്പോൾ അള്ളാഹുവിന്റെ വിധിയും അവിടെ ഉണ്ടാവുകയാണെങ്കിൽ അയാളിൽ ഉണ്ടാകുന്ന ചില ഉപദ്രവങ്ങൾക്കും ചില ബുദ്ധിമുട്ടുകൾക്കുമാണ് കണ്ണേറ് എന്ന് പറയാം. അപ്പൊ എല്ലാത്തിനെയും കണ്ണേറായി കാണുക, എല്ലാത്തൊന്നും അയാൾ വിട്ടു നിൽക്കുക, പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാതെ ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്ക് ആരെങ്കിലും എന്നെ കണ്ണീർ വെച്ചാലോ, ഈ രൂപത്തിൽ അയാൾ ഒതുങ്ങിക്കൂടണം എന്നാണ് പഠിപ്പിച്ചത്. കണ്ണീർ യാഥാർത്ഥ്യമാണ് എന്ന് പഠിപ്പിച്ച അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന്ന് രക്ഷപ്പെടാനുള്ള മാർഗവും പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ മാർഗങ്ങളെ മുറുകെ പിടിക്കുക. പ്രത്യേകിച്ചും പ്രാർത്ഥനകൾ, ചെറിയ കുട്ടികൾക്കൊന്നും സ്വന്തമായിട്ട് പ്രാർത്ഥന ചൊല്ലാൻ കഴിയില്ല. അപ്പൊ മാതാപിതാക്കൾ എന്ത് ചെയ്യണം? അവർക്ക് ചൊല്ലിക്കൊടുക്കണം. അള്ളാഹിന്റെ റസൂൽ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ ഈ സ്വഹാബത്തിന് ചൊല്ലിക്കൊടുത്തതുപോലെ നമ്മുടെ മക്കൾക്ക് നമുക്ക് ചൊല്ലിക്കൊടുക്കാൻ കഴിയണം. അള്ളാഹു അതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഈ വിഷയം ഞാൻ ആദ്യം പറഞ്ഞ ഒരു പോയിന്റിലേക്ക് തന്നെ വരികയാണ്.
കണ്ണേറിൻ്റെ വിഷയത്തിൽ 3 രൂപത്തിലാണ്. ഒന്ന്, എന്തുണ്ടായാലും കണ്ണേറാണെന്ന് പറയുന്ന ആളുകൾ. ചെറിയൊരു അസുഖം വരുമ്പോഴേക്ക്, ഒരു സാമ്പത്തിക ഞെരുക്കം വരുമ്പോഴേക്ക്, അയാളുടെ കുടുംബ ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ട് വരുമ്പോഴേക്ക് എല്ലാത്തിനെയും കണ്ണേറായി കാണുന്ന ആളുകൾ. രണ്ടാമത്തെ വിഭാഗം പരിപൂർണമായിട്ടും കണ്ണേറിഞ്ഞ് നിഷേധിക്കുന്ന ആളുകൾ. മൂന്നാമത്തെ വിഭാഗം അഹ്ലുസുന്ന വൽ ജമാഅയുടെ ആദർശം. ഖുർആനിലും ഹദീസിലും ഈ വിഷയത്തിൽ എന്താണോ പറഞ്ഞിട്ടുള്ളത് ആ വിഷയം അംഗീകരിക്കുകയും അതിനെ സത്യപ്പെടുത്തുകയും ചെയ്യുന്ന ആളുകൾ. അപ്പം എല്ലാം കണ്ണേറാണെന്ന് പറഞ്ഞ് ഒതുങ്ങിക്കൂടാതെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രൂപത്തിൽ ഈ പ്രാർത്ഥനകൾ ചൊല്ലി, ഈ സൂറത്തുകൾ ചൊല്ലി ഒരാൾ പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഇതിനെല്ലാത്തുനിന്നും അയാൾക്ക് രക്ഷയാണ് എന്നതാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചത്. അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കാനും പറയുന്ന കാര്യങ്ങളിലെ ഗുണപാഠങ്ങൾ ജീവിതത്തിൻ്റെ മേഖലയിലേക്ക് കൊണ്ടുവരുവാനും പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ അള്ളാഹുവിൻ്റെ ജന്നാത്തിൽ ഫിർദൗസിലും ഒരുമിച്ച് കൂടാൻ റഹ്മാനായ റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ അള്ളാഹിൻ്റെ ജന്നാത്തിൽ ഫിർദൗസിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ അള്ളാഹുവിനെ കാണുന്ന ഭാഗ്യവാന്മാരിലും അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ മരണപ്പെട്ടു പോയവരുടെ കബറിടം അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മെയും അവൻ്റെ ജന്നാത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ മാതാപിതാക്കൾക്ക് ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ കൂട്ടത്തിൽ മരണപ്പെട്ടു പോയ ആളുകളുടെ മാതാപിതാക്കളുടെ കബറിടങ്ങളെ അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അവരുടെ ബർസഖി ജീവിതം അള്ളാഹു സ്വർഗ്ഗ പൂന്തോപ്പാക്കി മാറ്റുമാറാകട്ടെ. അള്ളാഹു എല്ലാവിധ കണ്ണീരിൽ നിന്നും ഇത്തരത്തിലുള്ള പിശാചിൻ്റെ ഉപദ്രവങ്ങളിൽ നിന്നും രക്ഷപ്പെടാനുള്ള തൗഫീഖും നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കണ്ണീരിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങളെ ജീവിതത്തിൻ്റെ മേഖലയിലേക്ക് കൊണ്ടുവരുവാനുള്ള തൗഫീഖും അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ അജിർനാ മിനന്നാർ, അല്ലാഹുമ്മ അജിർനാ മിനന്നാർ, അല്ലാഹുമ്മ അജിർനാ മിനന്നാർ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. والحمد لله إلى العلم من نبعه ونجني ثمارا تغذي الخيال فسرنا سويا على طاعة لنلقى رضا الله في كل حال.